കൂട്ടുകാരെ, സമൂഹം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നങ്ങളിൽ ഒന്നാണ് ലഹരി ഉപയോഗം. ഒരു വ്യക്തിയെയും ചുറ്റുമുള്ളവരെയും മാനസികമായും ശാരീരികമായും ഈ വിപത്ത് തകർക്കുന്നു. ആദ്യമൊക്കെ കൗതുകത്തിന്റെ പുറത്തും സന്തോഷം ലഭിക്കുന്നുവെന്ന പേരിലുമാണ് ഇത് ഉപയോഗിച്ചു തുടങ്ങുന്നത്. പിന്നീട് നിത്യജീവിതത്തിൽ ഇത്തരം ലഹരി വസ്തുക്കൾ ഇല്ലാതെ കഴിയില്ലെന്ന അവസ്ഥയിലേക്കും ചെന്നെത്തുകയാണ് ഈ വ്യക്തികൾ. കുടുംബങ്ങളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും ഒറ്റപ്പെടലുകളും മാതാപിതാക്കളുടെ കൃത്യമായ ഇടപെടലുകൾ ഇല്ലായ്മയും കുട്ടികളെ ഇതിലേക്ക് നയിക്കുന്ന കാരണങ്ങളിൽ ചിലതാണ്. ഇത്തരം മാഫിയകളിൽ നിന്നും പിന്മാറുക എന്നതും സാധ്യമല്ല. ശാരീരികമായ അസുഖങ്ങൾ വ്യക്തിയെയും മാനസിക വൈകൃതങ്ങൾ വ്യക്തിയെ കൂടാതെ ചുറ്റുപാടിനെയും ബാധിക്കുന്നു. മാതാപിതാക്കളെ ക്രൂരമായി കൊലപ്പെടുത്തിയത് ഉൾപ്പെടെയുള്ള വാർത്തകൾ നാം കാണുന്നതാണ്. സ്വബോധത്തോടെ ചിന്തിച്ചു പ്രവർത്തിക്കാനുള്ള കഴിവ് പൂർണ്ണമായും നശിക്കുകയും ഒരു നേരം പോലും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ലഹരി വസ്തു ഇല്ലാതെ കഴിയില്ല എന്ന അവസ്ഥയിലേക്കും ചെന്നെത്തുകയാണ് ഈ വ്യക്തികൾ. ഇനി ഇത്തരത്തിൽ അടിമപ്പെടുന്ന ഒരു വ്യക്തിയെ ഒറ്റപ്പെടുത്തുകയോ ഒഴിവാക്കുകയോ അല്ല, കൃത്യമായ ഇടപെടലോടെ പൂർവ്വസ്ഥിതിയിലേക്ക് തിരികെ കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിന് ചികിത്സയും കൗൺസിലിങ്ങുകളും ലഭ്യമാണ്. സ്നേഹവും പരിചരണവും ആവശ്യമുള്ളവരുണ്ട്. വീടുകളിൽ എത്ര തന്നെ തിരക്കാണെങ്കിലും കുട്ടികളുമായി സൗഹൃദപരമായ അന്തരീക്ഷം സൂക്ഷിക്കാനും ശ്രദ്ധ ചെലുത്താനും മാതാപിതാക്കൾ ശ്രമിക്കുക വഴി നല്ലൊരു പരിധിവരെ കുട്ടികളെ ഇത്തരം പ്രവണതകളിലേക്ക് പോവാതെ സൂക്ഷിക്കാൻ കഴിയുന്നു. സ്വയം പിന്മാറാൻ സാധിക്കുന്നവർ തീർച്ചയായും തിരികെ ജീവിതത്തിലേക്ക് വരാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കണം. അല്ലാത്തവരെ ഏത് വിധേനയും തിരികെ കൊണ്ടുവരിക തന്നെ വേണം. തെറ്റ് ചെയ്യാൻ എളുപ്പമാണ്, തിരുത്താനാണ് ബുദ്ധിമുട്ട് എന്നതുപോലെ തന്നെ തെറ്റ് ചൂണ്ടിക്കാട്ടി മാറ്റി നിർത്താൻ എളുപ്പമാണ്, തിരുത്തി കൊടുത്ത് ചേർത്ത് നിർത്താൻ സാധിക്കട്ടെ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ.